ഞങ്ങൾ പ്രീ വെഡിങ് എടുക്കാൻ പോണത് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഊട്ടിയിലേക്കായിരുന്നു. ഊട്ടിയിൽ എന്ത് സംഭവിച്ചത്, കാലാവസ്ഥ വളരെ മോശമാണ്, മഴയാണ്. പിന്നെ അതുപോലെ വന്യമൃഗങ്ങളെ പ്രശ്നം കാര്യങ്ങളുണ്ടായതുകൊണ്ട് നമുക്ക് ചില ഏരിയകളിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എങ്ങനെയും കടന്നാലും നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ പ്ലാനൊന്ന് മാറ്റി ഇവിടെ നിയറസ്റ്റ് എടവണ്ണപ്പാറ പോവാണ്. നമ്മളെ കൂടെയുള്ള മഹേഷും മിന്നുവാണുള്ളത്. മിന്നുവിന് കുറവായോ? മിന്നു ഇതുവരെ ക്യാമറ മുന്നിൽ അഭിനയിച്ചില്ലെന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഉഷാറാവട്ടെ. ഞങ്ങളെ ബ്ലൂസ്റ്റാ ക്ലബ്ബും പ്രവാസി കൂട്ടായ്മയും ചേർന്ന് നടത്തുന്ന ഇഫ്താർ മെഗാ സമൂഹ നോമ്പ് തുറന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ് എല്ലാവരും, നമ്മളെ ഫ്രണ്ട്സും അത് നാട് മൊത്തം അതിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടാണ് വരേണ്ടത്. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങോട്ട് പോകാൻ. അപ്പം അതിൻ്റെ ഒരു പരിപാടി ഇന്ന് വൈകുന്നേരം അവിടെ ഉണ്ട്. 2000 ജില്ലാ ആൾക്കാരുള്ള ഒരു നോമ്പ് തുറയാണ്. മൊത്തം നമ്മൾ നാട്ടിലത്തെ മൊത്തം ആൾക്കാർ ക്ഷണിച്ചിട്ടുള്ളൊരു നോമ്പ് തുറയാണ്. കഴിഞ്ഞ പ്രാവശ്യം നടത്തി വൺ വിജയമായി, ഇപ്രാവശ്യം നടത്തുകയാണ്. 10,000 ആൾക്കാർ വെച്ചിട്ട് നടത്തുകയാണ്. ഒരാഴ്ച മുമ്പ് എൻ്റെ തൊണ്ടവേനക്ക് എന്നോട് ഞാൻ മരുന്ന് വാങ്ങാൻ പറഞ്ഞാണ്. ഈ 500 റുപ്യക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയി മരുന്ന് വാങ്ങിയിട്ട് എൻ്റെ തൊണ്ടവേദന ഇതുവരെ മാറിയിട്ടില്ല. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയി വാങ്ങിയതാണ്. 500 റുപ്യ അടുത്ത് കൊടുത്ത 500 റുപ്യക്ക് ഗുളിക വാങ്ങിയിരുന്നോ? എന്നിട്ട് ഇതുവരെ മാറിയില്ല. എന്നിട്ട് ഞാൻ തട്ടി നമ്മളെ അമ്പാടത്തുനിന്ന് 3 ഗുളിക വാങ്ങി. 3 ആ ഗുളിക കുടിച്ചിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ കുറവുണ്ട്, നല്ല കുറവുണ്ട്, മാറി തന്നെ പറയാം. ഇവനൊരു ഏട്ടനോ അവിടെ പോയിട്ട് ഈ വണ്ണം ഇങ്ങനെ വരുന്നേ മരുന്നും കൊണ്ട്. ഞാൻ കാണാത്ത ഗുളിക, നമുക്ക് തൊണ്ടവേദന മരുന്നൊക്കെ അറിയാം, ഏകദേശം അറിയാലോ. കാണുമ്പോ അറിയില്ല, കുടിച്ചാൽ മുമ്പ് കുടിച്ചാലേ. അതേടാ എനിക്ക് കൊണ്ടതേ സാമ്പിൾ ഗുളികളാണ് തോന്നുന്നുണ്ട്. ഒക്കത്തിന് ബോക്സ് ഈ റപ്പന്മാർ കൊടുക്കൂലേ, ആ ടൈപ്പാണ് ഉണ്ട്. അവിടെ തന്നെ ചേച്ചിൻ്റെ ഫോണുണ്ടോ? ഇനി സൈക്കോണല്ലേ. അതിലേക്ക് ഇവിടെ നിന്ന് ആറാടിയാണ് സ്ട്രെച്ച് ചെയ്തിട്ട് നിൽക്കുക. പുറത്തോൻ്റെ അടുത്ത് എനിക്ക് നിൽക്കുന്ന പോലെ ചിലപ്പോൾ കാലേക്കാർ എടുക്കുക, ചിലപ്പോൾ ഫേസ് കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടില്ലേ നിൽക്കുന്നത് സ്ട്രെച്ച് ചെയ്യുന്ന കാലിങ്ങനെ എരിച്ച് ആ കാല് സ്റ്റെപ്പ് എന്നിട്ട് ഈ ഇവിടുന്ന് ഒന്ന് കറക്കിയാലോ? ഇറങ്ങുമോ? പേടിയുണ്ടോ ഇവിടുന്ന് കറങ്ങാം? കുറച്ച് സെൻട്രൽ പോയിട്ട് തന്നെ സോമർസ് അപ്പുറത്തേക്ക് ആ ഓക്കെ. ഇവിടെ കണ്ടുമുട്ടിന് തേക്ക് മ്യൂസിയം. ആ ഇപ്പിന് പിടിക്ക്, കയറി പിടി. ആ ഓക്കെ എടുക്ക് കാലും. ഓക്കെ അയ്യോ യെസ്, കാലെല്ലാം അയ്യോ അടിപൊളി. ഇതൊക്കെ എന്തില്ല മാഷ. ഓക്കെ ഒന്ന് കറങ്ങിക്കേ, അതുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കേ. നീ കുറച്ച് ബെൻഡായിട്ട് മിന്നും ഇങ്ങനെ കയറ്റി നേരിട്ട് എടുക്കാം. നീ ഇവിടെ കിസ് കൊടുക്കണം. ഭയങ്കര ഫീൽ ചെയ്യണം. നീ ഇങ്ങനെ എപ്പം നിന്നില്ലേ, അതേപോലെ കഴുത്തേനെ പൊള്ളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് ഭയങ്കരമായിട്ട് ഇവിടെ ഇവലെ എന്താ എൻഗേജ്മെന്റ് എത്ര കഴിഞ്ഞപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് എത്ര കൊല്ലമായി പ്രണയം തുടങ്ങിയിട്ട്? 7 കൊല്ലത്തെ പ്രണയം. അപ്പോൾ ഈ എത്രയും നാലോ മിന്നു സെയിം ഏജ് ആണല്ലേ. 5-6 കൊല്ലം 7 കൊല്ലം പ്രണയിച്ചു. പിന്നെ വീട്ടിൽ പറഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞു അല്ലേ. ഓക്കെ ആക്കിയതാണോ? ഓക്കെ ആയതല്ല. ആ അപ്പോൾ എന്തായാലും ഹാപ്പിയാണ്. അപ്പോൾ കല്യാണമാണ് വരുന്നത് ഏപ്രിലിൽ. ഇപ്പോൾ ഞങ്ങളൊരു ലൊക്കേഷനിൽ ഫോട്ടോ എടുത്തു. അടുത്ത ലൊക്കേഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിന്നുവിനൊക്കെ ഭയങ്കര മടിയാണ് ഫോട്ടോ എടുക്കാൻ. ഒരു ആദ്യമായിട്ട് കാണുന്ന പോലെയാണ്. എത്ര കാലമായി എൻഗേജ്മെന്റ് കഴിഞ്ഞു? 3 വർഷം എൻഗേജ്മെന്റ് കഴിഞ്ഞ് 7 വർഷം പ്രണയിച്ച്, എന്നിട്ടാണ് ഈ മടി. സുഹൃത്തുക്കളെ എന്താ പറയുക പറയാ അല്ലേ. പക്ഷെ ഓനെന്താണോ, ഓനിപ്പോ എന്താന്ന് പ്രശ്നം വെച്ചാൽ ഇന്നിപ്പോ ഉറങ്ങാൻ പറ്റില്ല. മറ്റേ 12 മണി മണിക്കോളൂ. വീടുണ്ടോ? വീട്ടിലുള്ളവർക്ക് എന്താ പറ്റി? ഓന്റെ വീട്ടിലുള്ളവർക്ക് പുറത്തു പോകാലോ. എടാ ഈ നമ്മള് മറ്റേ അമ്പലത്തിലല്ലേ ഇവിടെ മഹേഷ, ഇവിടെ അമ്പലത്തില് ബലി ഇടുന്ന അമ്പലമാണുള്ളത്. ഒരു ദിവസം ഞങ്ങള് പ്രീ വെഡിങ് എടുക്കാൻ വേണ്ടി രാവിലെ അതേപോലെ പോവാ. ഫുള്ള് അവിടുന്ന് പോയി നോക്കുമ്പോൾ അവിടെ ഇത് കെട്ടിയിട്ട് ഫയർഫോഴ്സും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. ഇവിടെ പോലീസ് വണ്ടി
പിന്നെ എയർവേസിന്റെ വണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട്, കുറെ ആളുകളും കൂടി നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പം വണ്ടി ബ്ലോക്കായി. അതിൽ പോയപ്പോ നമ്മളപ്പോ വേറെ ചെക്കൻ ഇത് ചെയ്യാനല്ലോ വേറെ നമ്മളേക്കനെ ഓൻ നിർത്തേണ്ട വെച്ച് ഏട്ടപ്പെടെ ആരെയും വെള്ളത്തിൽ പോയി വെച്ച് ഫുള്ളിറ്റ് ഇജ ഇവിടുന്ന് വരുന്ന വെച്ച് മൂപ്പര് വേറെ ഒന്നും പറഞ്ഞില്ല. ഇജ ഇവിടുന്ന് ചെങ്ങനെ വരുന്ന വെച്ച് ഒരേട്ടം ഞങ്ങളെ നിലമ്പൂരിനാണ് ആണല്ലേ. അപ്പഴാണ് കൂടിയത് ബലിയിടുന്ന അതിന്റെ ബലിയിടുന്നത് ഇവിടെ ചുരുക്കമ്പലങ്ങളെല്ലാം ഇടുള്ളൂ. അപ്പൊ ഇവിടക്ക് വന്നിട്ട് ആൾക്കാർ വണ്ടികളൊക്കെ ആകെ ആളുകളും, കാരണം ആ സമയത്ത് മഴക്കാലം അല്ലേ, ഫയർഫോഴ്സ് മറ്റേ കെട്ടിക്കൊടുത്തേക്കാണ് ഒരു ഏരിയ മാത്രം, എന്നിട്ട് ഓരോ വെള്ളത്തിൽ ഇറങ്ങിക്കാണ്. സ്വാഭാവികമായിട്ട് വിശ്വസിക്കും. മറ്റേ ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലേ നമ്മളെ സങ്കടത്തിനനുസരിച്ചുള്ള റീൽസ് ഇങ്ങനെ വരും, അത് കണ്ടല്ലേ നമ്മളെന്തോ ഫീലിലേക്കാണെങ്കിൽ ആ ഫീലിനനുസരിച്ചുള്ള പാട്ടല്ല അതിന്റെ റീൽസ്, സത്യത്തില് അതിന്റെ സാധനങ്ങളെ വരും. അത് എങ്ങനെയാണ് അവർക്ക് മനസ്സിലാവണത്? മൈൻഡ് റീഡിങ് ഉണ്ടോ അറിയില്ല. അന്റെ എപ്പോ ഷോക്ക അല്ലേ? അല്ലല്ലോ കല്യാണം പോയ കഴിക്കാൻ പോണ ചെക്കനാണ് നമ്മളെ സൺറൈസ് ഇവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റ് കമ്പനിയുടെ മെയിൻ മുതലാളിയാണ്. ഏപ്രിലില് ചെക്കന് നിക്കാൻ നേരമുള്ളതാണ് പറഞ്ഞത്, സ്റ്റേജ് ടു സ്റ്റേജ് എന്നാണ്. ഇടവണ്ണപ്പാറ ബോർഡ് എല്ലാവരും വായിച്ചോളൂ. കർശനമായി പാലിക്കുന്ന നിർദ്ദേശങ്ങൾ. ഈ പ്രദേശങ്ങളിൽ ലഹരിയുടെ ഉപയോഗമോ വിൽപ്പനയോ അനുവദിക്കുന്നതല്ല. പുഴയിലോ മുരിഞ്ഞാമാട് തുരുത്തിലോ മാലിന്യം നിക്ഷേപിക്കാൻ പാടുള്ളതല്ല. വാഹനങ്ങൾ പുഴയിലേക്ക് ഇറക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടൊക്കെയാണ്. മിന്നും നടക്കുമെന്നറിയില്ല, നടക്കൂലേ? കുറേ നടന്നതാണ് അതെ. പിന്നെ സന്ദർശന സമയം 7 മണി വരെ മാത്രം. രാത്രികാല സന്ദർശനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. 7 ചങ്ങല ലോക്ക് ചെയ്യുന്നതാകുന്നു. ചങ്ങല എപ്പോഴും ലോക്ക് ചെയ്ത് നിൽക്കുന്നതാണ്. ഞങ്ങൾ പ്രീ വെഡിങ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെന്തായാലും ലോക്ക് ചാടി പോകാനുള്ള പരിപാടിയാണ്. മിന്നോ സത്യം പറഞ്ഞോ, ഇത് എൻഗേജ്മെൻറ്റിനോ മുട്ടായി കൊടുക്കുന്ന കൊട്ടയല്ലേ അല്ലേ? ഇപ്പം എന്താണെന്ന് ഞാൻ നല്ലൊരു കൊട്ട വാങ്ങിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് പ്രീ വെഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെട്ടെ ഇല്ല മിന്നോ? അതാണ് സൂക്ഷിച്ച് വെച്ച്. അപ്പം എൻഗേജ്മെൻറ്റിന് വരുന്ന കൊട്ടകൾ ആരും ഒഴിവാക്കണ്ടല്ലേ? ഒരു ഉപദേശമല്ലേ? എടാ ആ ക്യാമറ എടുക്കണേ. അതിൽ കുറെ എടുത്തിട്ടുണ്ട്. എന്തേ അത് ശരി ആക്കണേ. ഷോട്ട് അത് മെറ്റർനിറ്റിയാണ്. അപ്പം മെറ്റർനിറ്റി ഷൂട്ടൊന്നും കണ്ടു വരാട്ടോ. മാഷൊന്ന് ലലേട്ടനേക്ക് ഇറങ്ങണം നോക്ക്. മാഷ് കുറച്ച് കേട്ടോ പൈസ ഉണ്ടാക്കിക്കോ. കാലം ഉണ്ടാക്കുമ്പോൾ രസം അങ്ങനെ തന്നെ. യെസ് ആറല്ലേ ഇങ്ങനെ ആചരി. പിന്നെ ആക്കി കൊടുത്തോ കാത്താത്ത ക്യാമറ പിടിച്ചിങ്ങനെ ഞാൻ കാട്ടുന്ന പോലെ അല്ലേ? പിന്നെ പൈസ പോട്ടെ ചെയ്തോ ചെന്നോ ചെന്നോ. ആ അല്ല മഹേഷ് വന്നോ? കറക്കേ അയ്യോ ഓക്കെ പോട്ടെ കൈ കൊടുക്ക്. ആ പോട്ടെ ആ അവിടെ കിടക്ക്. എന്താ കരുതി സെൻസർ ബോർഡ് കട്ടെ മോമ്പലടാ. ക്യാമറയ്ക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനില്ല ഇവിടെ. കുഴപ്പമില്ല, എനിക്കറിയില്ല. അതിനെ ബുക്കിനെ കുറിച്ച് എനിക്കറിയില്ല. ഹായ് ബായ് അതെന്താ ഫേസ് പറയണ്ട, കുറച്ച് ബുക്ക് അങ്ങോട്ട് കുറച്ച് കണ്ടാക്കി ഞാൻ കറക്റ്റ് ചെയ്തരാം. ഇത് മതി കേട്ടോ. ഇന്നൊരു ഫേസ് കുറച്ച് അപ്പ് ചെയ്തടാ. യെസ് അടിപൊളി.
ഞങ്ങൾ പ്രീ വെഡിങ് കഴിഞ്ഞ് പോവാണ്. പിന്നെ മഹേഷ് പോവാം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാലാവസ്ഥയായിരുന്നു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ അപ്ലോഡ് ചെയ്യും. പിന്നെ അമ്മ ചീത്തറി എന്നുള്ളതാണ് ഫോട്ടോ കണ്ടു പേടി. പിന്നോ ഇല്ല ഇതിലും വലുത് വരാനല്ല അത്. പിന്നോ എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു മഹേഷ്? ഹാപ്പി ആയില്ലേ? എൻജോയ് ചെയ്തില്ലേ? ഇനി ഫോട്ടോ പറ്റല്ലേ? അപ്പം പറയല്ലേ ബാക്കി. മിന്നുൻ്റെ വാച്ച് ഇത് റയർ പീസാന്ന് പറഞ്ഞാൽ അംബാനീൻ്റെ മോക്കും മിന്നുവിന് മാത്രമുള്ളതാണ് ഓള് പറയണത്. കാരണം ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണിക്കണ്ട ഫോട്ടോ വാച്ച്. മാഷ് വാങ്ങി കൊടുത്ത വാച്ചാണോ? വേണ്ട എന്താ പാട്ടെ ഇതാരെ ഗിഫ്റ്റ് തന്നെ? മാനേജർ പേരെന്താ? എന്തിനാണ് ഗിഫ്റ്റ് തന്നെ? കല്യാണത്തിന് ആണോ? അപ്പോൾ വിവേകിന് ഭയങ്കര ഹാപ്പി ഉണ്ടോ? ഒരു പ്രജിനും ഉണ്ട് കേട്ടോ. പ്രജിനും വിവേക് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ വാച്ച്. വിവേകിന് ഫോട്ടോഗ്രാഫർക്കും തരാൻ വേണമെങ്കിൽ വാച്ച് അല്ലേ? അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രീ വെഡിങ് കഴിഞ്ഞ് മിന്നുവിനെ കൊണ്ടുവന്നാക്കാൻ അവളെ വീടിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. മിന്നു ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് നിങ്ങളെ കല്യാണം? ഓക്കെ അല്ലേ? അപ്പോൾ എത്ര വർഷത്തെ പ്രണയത്തിൻ്റെ? 7 വർഷം അല്ലേ? 7 വർഷം പ്രണയം. അത് കഴിഞ്ഞ് ഒന്നിക്കുകയാണ് ഗൈസ്. ഒന്നിക്കുകയാണ് ഇവർ. അപ്പം എല്ലാവരും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാവണം അല്ലേ? അതല്ലേ പറയണ്ടേ? ഓക്കെ നന്നാ പോയിക്കോളും. ഓക്കെ അപ്പോൾ കല്യാണത്തിനാണോ? ഓക്കെ ശരി. പോയിട്ടോ.